നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഗാസ അതിർത്തിയിൽ ഇസ്രായേൽ പടയൊരുക്കം. കരയുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാൻ നീക്കം. ഹമാസ് നേതാക്കളെ ഒന്നടങ്കം വധിക്കുമെന്ന് മുന്നറിയിപ്പ്. ലെബനോൻ അതിർത്തിയിലും സൈനിക നീക്കം. തിരുവനന്തപുരം വഞ്ചിയൂർ പോലീസിനെതിരെ ഗുരുതര ആരോപണം. നടുറോഡിലെ അതിക്രമം ചൂണ്ടിക്കാട്ടിയതിന് ക്രൂരമായി മർദ്ദിച്ചു. യുവാവിന്റെ തല ബോണറ്റിൽ ഇടിപ്പിച്ചു. ദുരനുഭവം കൊല്ലം സ്വദേശി സാനിഷിന്. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ CISF ഉദ്യോഗസ്ഥൻ പോലീസ് കസ്റ്റഡിയിൽ. നവീനെ കസ്റ്റഡിയിലെടുത്തത് ഫ്ളാറ്റിലെ പരിശോധനയ്ക്ക് ശേഷം. 2 മാസത്തിനിടെ ഉദ്യോഗസ്ഥ റാക്കറ്റ് സ്വർണം കടത്തിയത് 60 തവണ. ഭീതി വിതച്ച് ജനവാസ മേഖലയിൽ കാട്ടാന. കണ്ണൂർ ഉളിക്കൽ ടൗൺ ഒഴിപ്പിച്ചു. ആനയെ തുരത്താൻ ശ്രമം തുടരുന്നു. കാട് കയറ്റുന്നതിന് പ്രഥമ പരിഗണനയെന്ന് വനമന്ത്രി. നിയമന തട്ടിപ്പിലെ ഗൂഢാലോചന കണ്ടെത്താൻ പോലീസ്. ബാസിദിനെയും ഹരിദാസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. ഹരിദാസിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനും നീക്കം. ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി. കരുവന്നൂരിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ. CPM കൌൺസിലർ മധു അമ്പലപുരം 4ാം തവണയും ഇഡിക്ക് മുന്നിൽ. റബ്കോ MDക്ക് നോട്ടീസ്. സഹകരണ രജിസ്ട്രാർ ഇന്ന് ഹാജരാകില്ല. ജനതാ പാർട്ടികൾ ലയിക്കണമെന്ന് വീണ്ടും CPM. JDS ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കേരള ഘടകത്തെ ബാധിക്കില്ലെന്നും EP ജയരാജൻ. കേരളത്തിലെ JDS പൂർണ്ണമായും അവർ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്, RSS വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അവർ ഇടതുപക്ഷ കേരളത്തോടൊപ്പം പോകാനാണ് ആഗ്രഹിക്കുന്നത്. JDS നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത്. CPMന്റെ സമുന്നതരായ നേതാക്കന്മാർ, CPMന് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ പല ആളുകളും എന്നെ ബന്ധപ്പെടുകയും അതാത് പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ തയ്യാറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊരു ഗൗരവമായ ചർച്ചയിലേക്ക് ഞാൻ പോവുകയോ അത്തരമൊരു തീരുമാനത്തിലെത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങളോട് ഞാൻ യോജിപ്പ് പ്രകടിപ്പിച്ചു. AV ഗോപിനാഥ് CPMൽ ചേർന്നേക്കും. ഇടതു നേതാക്കൾ ക്ഷണിച്ചെന്ന് മുൻ DCC പ്രസിഡന്റ് ന്യൂസ് 8നോട്. കോൺഗ്രസിലേക്ക് ആരും തിരിച്ചു വിളിച്ചില്ലെന്നും ഗോപിനാഥ്. ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ കരുതലോടെ അഫ്ഗാനിസ്ഥാൻ. ഇബ്രാഹിം സദ്രാൻ 22 റൺസ് എടുത്ത് പുറത്ത്. അശ്വിന് പകരം ഷാർദുൽ ഠാക്കൂർ ടീമിൽ. കുരുതിക്കളമായി പശ്ചിമേഷ്യ. ഗാസ അതിർത്തിയിൽ ഇസ്രയേലിന്റെ പടയൊരുക്കം. കരയുദ്ധം ഏത് നിമിഷവും ആരംഭിക്കാനാണ് നീക്കം. ഹമാസ് നേതാക്കളെ ഒന്നടങ്കം വധിക്കുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി. ലെബനൻ അതിർത്തിയിലും സൈനിക നീക്കം ഇസ്രയേൽ നടത്തുമെന്നാണ് വിവരം. തങ്ങളുടെ 14 പൗരന്മാർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. US വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ നാളെ ഇസ്രയേലിലെത്തും. ആയുധങ്ങളുമായി അമേരിക്കൻ യുദ്ധവിമാനം ഇസ്രയേലിലെത്തി. നിരവധി ഇസ്രയേൽ പൗരർ ഇപ്പോഴും ഹമാസിന്റെ ബന്ദികളായി തുടരുകയാണ്. രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക്. തുടർച്ചയായ 5ാം ദിവസവും ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഗാസ മേഖലയിൽ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം.
ഗാസയിൽ കരയുദ്ധം ആരംഭിക്കുന്നു എന്നുള്ള ഇസ്രായേലിൻ്റെ പ്രഖ്യാപനം തന്നെയാണ്. വ്യോമമാർഗത്തിൽ മിസൈലുകൾ വഴി ബോംബ് വർഷിച്ചാണ് ഗാസ ഏതാണ്ട് വലിയ തോതിൽ അവിടെ ആക്രമണം ഇസ്രായേൽ നടത്തിയത് എങ്കിലും ഇപ്പോൾ കരയുദ്ധത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. അതിന് പ്രധാനമായും വരുന്ന കാര്യമെന്ന് പറയുന്നത് അമേരിക്കയുടെ വലിയ പിന്തുണയാണ് ഇസ്രായേലിന്. കാരണം അമേരിക്കൻ വിമാനം, പടക്കോപ്പുകളുമായുള്ള അമേരിക്കൻ വിമാനം, യുദ്ധ സാമഗ്രികളുമായുള്ള അമേരിക്കൻ വിമാനം കഴിഞ്ഞ ദിവസമാണ് പടിഞ്ഞാറൻ ഇസ്രായേലിലേക്ക് എത്തിയതും അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ നൽകിയതും. അതായത് ഏതൊക്കെ ആയുധങ്ങളാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും അത്യന്താധുനികമായ നിരവധി ആയുധങ്ങൾ അമേരിക്ക ഇസ്രായേൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കരയുദ്ധത്തിലൂടെ പൂർണ്ണമായും ഗാസ പിടിച്ചടക്കും എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹമാസിനെ പൂർണ്ണമായും തുരത്തും എന്നവർ പറയുന്നു. പക്ഷേ അപ്പോഴും ഈ ഹമാസിൻ്റെ പക്കലുള്ള ഇസ്രായേലി പൗരന്മാർ, മറ്റ് വിദേശ രാജ്യങ്ങളിലെയും നിരവധി ആളുകളെ ഹമാസ് ബന്ദികളാക്കിയിട്ടുണ്ട്. ഇവരുടെ ഭാവി സംബന്ധിച്ച് ഒരു തീരുമാനമായിട്ടില്ല. ഓരോ അറ്റാക്ക് നടക്കുമ്പോഴും ഓരോ ബന്ദികളെ കൊന്ന് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഹമാസിൻ്റെ മുന്നറിയിപ്പ്. അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ അവർ പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ ഈ വെല്ലുവിളികൾ ഇസ്രായേൽ കാര്യമാക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരം. ഇത് അവഗണിച്ചും വലിയ ആക്രമണം ഹമാസിന് മേൽ അല്ലെങ്കിൽ ഗാസയ്ക്ക് മേൽ നടത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്കറിയാം, 2 മന്ത്രിമാർ, അവിടുത്തെ ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ അത്തരത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ കൂടി കൊല്ലപ്പെടുന്നുണ്ട്. ഇതുവരെ 2 ഭാഗത്തുകൂടി 2500ഓളം ആളുകൾ മരിച്ചു എന്നാണ് പ്രധാനപ്പെട്ട വിവരം. 1200ഓളം ഇസ്രായേലികൾ, വിദേശ പൗരന്മാരടക്കം ഇസ്രായേലിൽ ഹമാസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. തങ്ങളുടെ 14 പൗരന്മാർ കൊല്ലപ്പെട്ടു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് അല്പം മുമ്പ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അത് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അപ്പോഴും ശക്തമായ പിന്തുണ ഇസ്രായേലിന് അവർ നൽകുന്നുണ്ട്. റഷ്യയുടെ പ്രതികരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വ്ളാദിമിർ പുടിൻ കഴിഞ്ഞ ദിവസം അല്പം മുമ്പ് നടത്തിയ ഒരു പ്രതികരണം, അത് ഈ വിഷയത്തിൽ പുടിൻ്റെ ആദ്യ പ്രതികരണമായിരുന്നു. പുടിൻ പറഞ്ഞു വെച്ചത് അമേരിക്കയ്ക്ക് ഏകപക്ഷീയമായ ചില നിലപാടുകളുണ്ട്. ഈ ഏകപക്ഷീയമായ അമേരിക്കൻ നിലപാടുകളാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയം ഇത്രയധികം വഷളാക്കിയത് എന്നുള്ളതാണ്. അത് പലസ്തീനുള്ള പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു പുടിൻ. പ്രത്യേകിച്ച് ഹമാസിനുള്ള പിന്തുണ പുടിൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും സമാധാന ശ്രമങ്ങൾ ഒരു ഘട്ടത്തിലും ഉണ്ടാകാത്ത ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം. ഐക്യരാഷ്ട്രസഭയൊക്കെ 2 തവണ സുരക്ഷാ കൗൺസിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി എങ്കിൽ പോലും ആര് സമാധാനത്തിന് മുൻകൈ എടുക്കും എന്ന കാര്യത്തിലും ഒക്കെ ഒരു വ്യക്തതയില്ല. കാരണം ലോകരാജ്യങ്ങൾ 2 പക്ഷമായി, പ്രത്യേകിച്ചും ഇസ്രായേലിനാണ് ഭൂരിപക്ഷ പിന്തുണ. ചില തീവ്രവാദ സംഘടനകൾ മാത്രമാണ് ഹമാസിനെ പിന്തുണയ്ക്കുന്നത്. ഹിസ്ബുൾ മുജാഹിദീൻ പോലെ ഇസ്രായേൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ പിന്തുണ പലസ്തീന് അല്ലെങ്കിൽ ഹമാസിനുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേൽ അടക്കം ചില ആക്രമണങ്ങൾ, ഇവരുടെ സിറിയയിൽ നിന്ന് മറ്റു ചില ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന സൂചനകളും ഒക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ അവഗണിച്ചും ശക്തമായ ആക്രമണത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ മുതിരുന്നത്. കരയുദ്ധം ആരംഭിക്കുന്നതോടുകൂടി സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുമെന്നും നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം കരയുദ്ധം ആരംഭിച്ചാൽ പൂർണ്ണമായും ഇസ്രായേലി പട്ടാളം ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഗാസയിൽ കടന്നു കയറുകയും അവർ ഏത് തരത്തിലൊക്കെ അക്രമ സംഭവങ്ങൾ നടത്തുമെന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പക്ഷേ അപ്പോഴും ലോകരാജ്യങ്ങൾ ആരും ഇതിനെ ഒന്ന് സമാധാനപ്പെടുത്താൻ അല്ലെങ്കിൽ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ളൊരു ശ്രമത്തിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കരിപ്പൂരിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സ്വർണം കടത്തിയ കേസിൽ CASF അസിസ്റ്റന്റ് കമാൻഡന്റ് നവീൻ പോലീസ് കസ്റ്റഡിയിൽ. കൊണ്ടോട്ടിയിലെ ഫ്ളാറ്റിൽ പരിശോധന നടത്തിയ ശേഷമാണ് നവീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2 മാസത്തിനുള്ളിൽ 60 തവണയാണ് CASF കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ അറിവോടെ സ്വർണം കടത്തിയത്. കഴിഞ്ഞ ദിവസം പിടിയിലായവരിൽ നിന്നാണ് നിർണായക വിവരം ലഭിച്ചത്. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നു. അനുമോദ്, പ്രധാനപ്പെട്ട വിവരങ്ങൾ ഏത് രീതിയിലേക്ക് കൂടിയാണ്? നവീനിൽ മാത്രം ഒതുങ്ങാതെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം, കൂടുതൽ പേരുടെ പേരുകൾ പുറത്തേക്ക് വരും എന്നുള്ളൊരു വിവരമാണോ ഇപ്പോഴുള്ളത്? അവർണ, നവീൻ ഇപ്പോൾ കൊണ്ടോട്ടി DYSP ഓഫീസിലാണ് ഉള്ളത്. ഇയാളെ വിശദമായി മൊഴിയെടുത്ത് അതിനുശേഷം ഇന്ന് വിട്ടയക്കുമെന്നാണ് അറിയുന്നത്. ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം കേരള പോലീസിന് നിലവിലെ ചട്ടങ്ങളനുസരിച്ച് CSFലെ അസിസ്റ്റന്റ് കമാൻഡായിട്ടുള്ള നവീനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. മറിച്ച് ഇപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റിപ്പോർട്ട് ഇവർ CSFനും അതുപോലെ മറ്റ് ഏജൻസികൾക്കും കൈമാറും. CSFന്റെ ഉന്നതരാണ്, കമാൻഡന്റാണ് ഇക്കാര്യത്തിൽ മറ്റൊരു തീരുമാനമെടുക്കേണ്ട പ്രമുഖനായിട്ടുള്ള ആൾ. സ്വാഭാവികമായിട്ടും വകുപ്പുതലമായിട്ടുള്ള അന്വേഷണം വേണ്ടിവരും, അല്ലെങ്കിൽ വകുപ്പുതല നടപടി ഉണ്ടായിരിക്കും. ഒരുപക്ഷെ സസ്പെൻഷനോ മറ്റ് നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. എന്നാലും കേരള പോലീസ് അതിന്റെ തുടക്കമിട്ടിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. ഇന്ന് രാവിലെ 10 മണിയോടെയാണ്
നവീൻ്റെ ഫ്ളാറ്റിൽ കൊണ്ടോട്ടി ഡിവൈഎസ്പി മൂസ വള്ളിക്കാട് നേതൃത്വത്തിലുള്ള സംഘം പരിശോധനയ്ക്ക് എത്തിയത്. 2.5 മണിക്കൂറിലധികം നേരം പരിശോധന നീണ്ടുനിന്നു. അതിനുശേഷമാണ് നവീനെ ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഡിവൈഎസ്പി ഇവിടെയുണ്ട്. ഒരുപക്ഷെ SP-യും കൊണ്ടോട്ടിയിലേക്ക് എത്തിച്ചേരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. എന്താണെങ്കിലും നിലവിലെ പോലീസിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ CSF-ലെ അസിസ്റ്റന്റ് കമാൻഡന്റും അതുപോലെ തന്നെ കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥനും അതുപോലെ ഈ വിമാനത്താവളത്തിലെ ലഗേജ് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിലെ ജീവനക്കാരനും ഒന്നിച്ചാണ് ഈ ഒരു സ്വർണ്ണക്കടത്തിന് വേണ്ട ആസൂത്രണം നടത്തിയതും അത് നടപ്പാക്കിയതും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ തമ്മിൽ ഈ 2 മാസത്തിനുള്ളിൽ ഇവരുടെ ഈ ഒരു കൂട്ടുകെട്ടിൽ 60-ലേറെ തവണ സ്വർണം കടത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇവർക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തിൻ്റെ അല്ലെങ്കിൽ ഈ കൈക്കൂലിയായി ലഭിച്ച പണത്തിൻ്റെയൊക്കെ രേഖകളും അതിൻ്റെ ഇടപാടിൻ്റെ മറ്റു വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യലുണ്ടാവുക. എന്നാണെങ്കിലും ഇന്ന് വൈകുന്നേരത്തോടെ നവീനെ വിട്ടയക്കുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് അക്രമ വിവരം പോലീസിനെ വിളിച്ചറിയിച്ച യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനം. പേട്ട കവരടി ജംഗ്ഷനിൽ ഇന്നലെ രാത്രി 12:30യോടെയായിരുന്നു സംഭവം. വഞ്ചൂർ പോലീസാണ് സാനിഷ് എന്ന യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ നഴ്സായ സാനിഷ് ഇന്നലെ രാത്രി കവറടിയിലെ വാടക വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു നടുറോഡിലെ സംഘർഷം കണ്ടത്. 2 പേർ തമ്മിലുള്ള വാക്കേറ്റം കയ്യേറ്റത്തിലേക്ക് കടന്നതോടെ സാനിഷ് പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്ക് അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. വീട്ടിൽ പോയ സാനിഷിനെ വിളിച്ചു വരുത്തിയ പോലീസ് അക്രമികൾ എവിടെയെന്ന് ചോദിച്ച് അസഭ്യം പറയാൻ തുടങ്ങി. നീയും കഞ്ചാവാണോ എന്ന് ചോദിച്ചായി പിന്നീട് മർദ്ദനം. SIയും ഡ്രൈവറും നല്ല രീതിക്ക് തന്നെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് എല്ലാം മനസ്സിലാക്കി. പുറകിലിരുന്ന പോലീസുകാരനാണ് ഇറങ്ങി വന്ന് അടിച്ചതും കഴുത്തിന് കുത്തിപ്പിടിച്ചു. പിന്നെ ഫ്രണ്ട് ജീപ്പിന്റെ ബോണറ്റിലൊക്കെ തല കൊണ്ട് അടിച്ചെന്നാണ് അവൻ പറയണത്. അതിനുശേഷം അതിന്റെ വീണ്ടും ഇടവഴിയിലോട്ട് കൊണ്ടുപോയി അവിടെയിട്ട് അടിച്ചു. എന്നിട്ട് ആ കടയുടെ അവിടെ സൈഡിൽ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു. അതാണ് ശരിക്കും സംഭവിച്ചത്. സുഹൃത്തിനെ വിളിച്ചു വരുത്തി സാനിഷ് ആശുപത്രിയിലേക്ക് പോയി. ഗുരുതരമായി പരിക്കേറ്റ സാനിഷിന്റെ ചികിത്സ തുടരുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച പരാതിയിൽ അന്വേഷണവും ആരംഭിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ജനതാ പാർട്ടികൾ ലയിക്കണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ച് CPM. ജനതാ പാർട്ടികൾ ലയിക്കുന്നതാണ് നല്ലതെന്ന് LDF കൺവീനർ EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. JDS സംസ്ഥാന നേതൃത്വത്തിനും EP-യുടെ പിന്തുണ. NDA-ക്കൊപ്പം നിൽക്കാനുള്ള JDS കേന്ദ്ര തീരുമാനം കേരളത്തിൽ ബാധിക്കില്ല. കേരളത്തിൽ അവർ LDF-നൊപ്പം നിൽക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. JDS കേന്ദ്ര നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ടെന്നും EP ജയരാജൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ്. പക്ഷേ ഇവിടുത്തെ LDF-ന്റെ ഘടകകക്ഷിയായ JDS പക്ഷേ ദേശീയ തലത്തിൽ NDA-ക്കൊപ്പമാണ്. അതൊരു പ്രതിസന്ധിയായി നിൽക്കുന്നുണ്ട്. അതെങ്ങനെ ഇനി തരണം ചെയ്യാനാണ്? JDS കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായിരുന്നു, ഒരു പാർട്ടിയാണ്. അവരുടെ ദേശീയ നേതൃത്വം BJP-യോടൊപ്പം പോയി. ആ ദേശീയ നേതൃത്വം BJP-യോടൊപ്പം പോയത് വിശാലമായൊരു ചർച്ചയുടെ ഭാഗമായിട്ടല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP-യുമായി അവരുടെ കർണാടകത്തിലെ ബന്ധം അതിൻ്റെ അടിസ്ഥാനത്തിലൊരു BJP-യോടൊപ്പം പോയി. അങ്ങനെ പോയപ്പോൾ അതിനെ ശക്തമായി എതിർക്കുന്നവരാണ് കേരളത്തിലെ JDS-ൻ്റെ നേതാക്കളും പ്രവർത്തകരും അനുഭാവികളുമെല്ലാം. അവർ ആ നിലപാടിന് എതിരായിട്ട് നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ നേതൃത്വം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഓരോ സംസ്ഥാനത്തിലെയും ആളുകൾക്ക് ഇഷ്ടമുള്ള നിലപാട് സ്വീകരിക്കാം. പൊതുവെ ഈ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കേരളത്തിലെ JDS പൂർണ്ണമായും അവർ BJP വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്, RSS വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരാണ്. അവർ ഇടതുപക്ഷ കേരളത്തോടൊപ്പം പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതനുസരിച്ചുകൊണ്ടുള്ളൊരു നിലപാട് അവർ സ്വീകരിക്കുന്നുണ്ട്. അത് കേരളത്തിൽ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധ്യതയുള്ളതല്ല. അതുകൊണ്ട് LDF-ന് ആ കാര്യങ്ങളിലൊന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോർച്ചയോ തകർച്ചയോ ഒന്നും ഉണ്ടാകില്ല. UDF-കാരിങ്ങനെ വായ നോക്കി ഇരിക്കുന്നുണ്ട്, അവർ ഇരുന്നുകൊണ്ടേയിരിക്കും. ഈ ജനതാദൾ പാർട്ടികളുടെ RJD LJD ലേഖനം നടക്കാൻ പോവുകയാണ്. അതൊരു ഒന്നിച്ചു നിൽക്കുമ്പോഴാണല്ലോ അതിനൊരു ശക്തി കൂടുന്നത്. അത്തരത്തിലൊരു നിർദ്ദേശമോ അല്ലെങ്കിൽ ആലോചനകളോ LDF-ന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? LDF അത്തരം കാര്യങ്ങളൊന്നും മുന്നോട്ട് വെക്കുന്നില്ല. അതെല്ലാം ഓരോ പാർട്ടികൾ അവരുടെ പാർട്ടി കാര്യം അവരാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ പാർട്ടി കാര്യം തീരുമാനിക്കേണ്ടത് ഞങ്ങളല്ല, LDF അല്ല. ഇപ്പോൾ LJD ആയാലും JDS ആയാലും പിന്നെ ജനതാദളായാലും അവരുടെയൊക്കെ കാര്യങ്ങൾ
അവരവരുടെ പാർട്ടി അവരവരാണ് തീരുമാനിക്കേണ്ടത്. അവർ തീരുമാനിച്ച് ഇന്നത്തെ സാഹചര്യങ്ങളെ വിലയിരുത്തി അതിനനുസരിച്ച് ഉചിതമായൊരു നിലപാട് സ്വീകരിച്ച് അവർ പ്രവർത്തിക്കും. കഴിയുന്നത്ര യോജിച്ച് വരുന്നത് ആണ് നല്ലത്. ഭിന്നിച്ചു പോകുന്നതിനേക്കാളും പണ്ട് ഇവരെല്ലാം ഒന്നിച്ചുണ്ടായതാണ്. അങ്ങനെ ഭിന്നിച്ചു പോയവർ വീണ്ടും യോജിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് യോജിച്ച് കാര്യങ്ങളിൽ പോകുന്നതാണ് ഒരു പാർട്ടിക്ക് സംഘടനാപരമായി ശക്തി ഉണ്ടാവുക. അതിനുകൊണ്ട് അവർ ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അത് അവർക്ക് അവരുടെ കാര്യം തീരുമാനിക്കാനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ നേതാക്കന്മാർക്ക് ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. കോൺഗ്രസിലേക്ക് ഇനിയൊരു മടക്കമില്ലെന്ന് പാലക്കാട് മുൻ DCC പ്രസിഡന്റ് AV ഗോപിനാഥ് ന്യൂസ് 18നോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നിലപാട് വ്യക്തമാക്കുമെന്നും CPM-നോട് അയിത്തമില്ലെന്നും ഗോപിനാഥ് ന്യൂസ് 18നോട് പറഞ്ഞു. AV ഗോപിനാഥ് എന്നും AV ഗോപിനാഥ് എന്നാൽ കോൺഗ്രസ് എന്നും ഉള്ള രീതിയിലായിരുന്നു ഒരു കാലത്ത് പാലക്കാട് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്കിടയിൽ ചർച്ചയുണ്ടായിരുന്നത്. അദ്ദേഹം CPF-ലേക്ക് എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ AV ഗോപിനാഥ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം. നമസ്തേ. ഏതായാലും കോൺഗ്രസിൽ നിന്ന് വിട്ടു, പകരം പിന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് പോകാൻ ഒരു സാധ്യത നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും പിന്നീട് ഉണ്ടായിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനിടയിലാണ് CPM-ലേക്ക് എന്നുള്ളൊരു അഭ്യൂഹം ശക്തമായിട്ടുള്ളത്. ശരിയാണോ അത്? കോൺഗ്രസിലേക്ക് പോകുന്നതിനെക്കുറിച്ചൊരു ചിന്തയൊന്നും വന്നിട്ടില്ല. എൻ്റെ നിലപാടുകൾ ഉറച്ച അന്നും ഇന്നും ഞാൻ ഒരുപോലെ നിൽക്കുന്ന ഒരാളാണ്. CPM-ൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, CPM-ന് മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ പല ആളുകളും എന്നെ ബന്ധപ്പെടുകയും അതാത് പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ തയ്യാറൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഒരു ഗൗരവമായ ചർച്ചയിലേക്ക് ഞാൻ പോവുകയോ അത്തരമൊരു തീരുമാനത്തിലെത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നല്ല കാര്യങ്ങളോട് ഞാൻ യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഒരുപാട് വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കണ്ടില്ലാതെ നടിക്കാൻ കഴിയില്ലല്ലോ. അതിൻ്റെ ഒരു അനുഭവസ്ഥനാണ് ഞാനെല്ലാം. ഞങ്ങൾക്കെല്ലാം പെരുകുറിശി ഗ്രാമപഞ്ചായത്തിലെല്ലാം ഒത്തിരി പദ്ധതികൾ തന്നൊരു ഗവൺമെൻറ്റാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷമുള്ള ഒരു ഭരണസമിതിക്ക് നിരവധി വികസന പദ്ധതികൾ, കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ തന്നു എന്നുള്ളത് തന്നെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ ഗവൺമെൻറ് പ്രവർത്തിച്ചു എന്നുള്ളതിൻ്റെ പ്രധാന തെളിവാണല്ലോ. സുധാകരൻ ഒന്നോ രണ്ടോ തവണ നേരത്തെ സംസാരിച്ചിരുന്നു. പക്ഷേ ഇത്തരമൊരു സീരിയസ് ആയ ചർച്ചയൊന്നും വന്നിട്ടില്ല. കോൺഗ്രസ്സിലേക്ക് തിരിച്ചു വരണമെന്നോ കോൺഗ്രസ്സിൽ സജീവമാവണമെന്നും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. ജീവിതത്തിൽ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തിയ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വാതിലൊക്കെ അവർ അടച്ചു വെച്ചപ്പോൾ എൻ്റെ അവസാന ഘട്ടത്തിൽ മറ്റൊരു സിദ്ധാന്തത്തിലേക്ക് കടക്കേണ്ടി വരുമോ എന്നൊരു സംശയം മാത്രമേ എനിക്കുള്ളൂ. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ പട്ടിക പുറത്തിറങ്ങിയതിന് പിന്നാലെ പലയിടങ്ങളിലും നേതാക്കൾ രംഗത്ത്. ഇടുക്കി, കോട്ടയം ഒഴികെയുള്ള ജില്ലകളിലെ പട്ടികയാണ് പുറത്തിറങ്ങിയത്. തിരുവനന്തപുരം ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രവർത്തകർ. മണ്ഡലങ്ങളിൽ സ്വാധീനമില്ലാത്തവരും രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്തവരും വരെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മണ്ഡലം പ്രസിഡന്റുമാരായതായാണ് ആക്ഷേപം. പട്ടികയ്ക്കെതിരെ ചെറുവക്കലിലും ഉള്ളൂരിലും മണ്ണന്തല്ലിയിലും ഉൾപ്പെടെ പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനാണ് തലസ്ഥാന ജില്ലയിലെ പാർട്ടി പ്രവർത്തകരുടെ നീക്കം. കാലങ്ങളായി AI ഗ്രൂപ്പുകളുടെ പ്രതിനിധികൾ മാത്രം ഉൾപ്പെട്ടിരുന്ന പട്ടികയിൽ പതിവിന് വിപരീതമായി KC വേണുഗോപാലിന്റെയും VD സതീശന്റെയും അനുകൂലികൾ വരെ ഉൾപ്പെട്ടിട്ടുള്ളതായാണ് വിലയിരുത്തൽ. ഇതിനു പുറമെ മാനദണ്ഡങ്ങൾ മറികടന്ന് MP-മാരും MLA-മാരും ഉൾപ്പെടെയുള്ള നേതാക്കൾ തങ്ങളുടെ ഇഷ്ടക്കാരെ മണ്ഡലം പ്രസിഡന്റുമാരായി പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് വിമർശനം. ജില്ലാതല പൊതുസംഘടനാ സമിതികൾക്ക് ഭാരവാഹി പട്ടിക കൈമാറാൻ പലതവണ അന്ത്യശാസനം നൽകിയിട്ടും പൂർത്തിയായിരുന്നില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലം പുനഃസംഘടന പൂർത്തിയാക്കണമെന്ന KPCC നേതൃത്വത്തിന്റെ കർശന നിലപാടിനെ തുടർന്നാണ് അപൂർണമായ പട്ടികകൾ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി സംസ്ഥാനതല സമിതിക്ക് കൈമാറിയത്. പട്ടികയിൽ തിരുത്തലുകൾ വരുത്താൻ ശ്രമിച്ചെങ്കിലും നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ പട്ടിക പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആരോഗ്യവകുപ്പിൽ നിയമനം നൽകാനെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിലെ ഇടനിലക്കാരൻ ബാസിത്തിനെയും പരാതിക്കാരൻ ഹരിദാസിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് അറസ്റ്റിലായ ബാസിത്തിനെ ഇന്ന് പുലർച്ചെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഹരിദാസിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. ആരോഗ്യമന്ത്രിയുടെ PAക്ക് പണം നൽകിയിട്ടില്ലെന്ന് പരാതിക്കാരനായ ഹരിദാസൻ കഴിഞ്ഞ ദിവസം മൊഴി നൽകിയിരുന്നു. വിഷയത്തിൽ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിക്കുകയും ചെയ്തു. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. നിയമന തട്ടിപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട് മഞ്ചേരിയിൽ നിന്ന് അറസ്റ്റിലായ ഇടനിലക്കാരൻ ബാസിദിനെ ഇന്ന് പുലർച്ചെയാണ് കന്റോൺമെന്റ് പോലീസ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. ഇവിടെ എത്തിച്ച ശേഷം വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയതിന്
ശേഷമാണ് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് ചോദ്യം ചെയ്യുന്നതിനായി എത്തിച്ചിരിക്കുന്നത്. ഇവിടെ ഹരിദാസുമായി ഒരുമിച്ചിരുത്തി ബാസിദിനെ ചോദ്യം ചെയ്യും എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും 164 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നതിനായി ഹരിദാസിനെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കുക. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്ന ഗൂഢാലോചന സംബന്ധിച്ച അവ്യക്തത നീക്കുക എന്ന ഏറ്റവും ശ്രമകരമായ ദൗത്യമാണ് പോലീസിന് മുമ്പിലുള്ളത്. ഇപ്പോഴും അത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഹരിദാസിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭ്യമായിട്ടില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിനെ സംശയത്തിന്റെ നിഴലിലാക്കുക ആണോ അതോ അതിനും അപ്പുറത്തേക്കും തട്ടിപ്പ് സംഘം വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് വേണ്ടി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് അംഗത്തിന്റെ പേര് ദുരുപയോഗം ചെയ്യുകയായിരുന്നു. ഈ കാര്യങ്ങളിലാണ് വ്യക്തത വരാനുള്ളത്. ഇത് സംബന്ധിച്ച കൃത്യമായ ഉത്തരങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ലഭ്യമാകും എന്ന വിവരത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഹരിദാസിന്റെ നീക്കങ്ങളടക്കം പോലീസ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും ലക്ഷ്യം ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചതിന് പിന്നിലുണ്ടോ എന്ന കാര്യത്തിലടക്കം ചോദ്യം ചെയ്യലിലൂടെ കൃത്യമായ ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കന്റോൺമെന്റ് പോലീസ്. കേന്ദ്ര ഏജൻസികൾ ബി.ജെ.പിയുടെ പോഷക സംഘടനകളായി മാറുന്നുവെന്ന് ഡിവൈഎഫ്ഐ. സഹകരണ മേഖലയിലെ കടന്നുകയറ്റത്തിനെതിരായി ഈ മാസം 19-ന് കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്ക് മാർച്ച് നടത്തുമെന്ന് സെക്രട്ടറി വി.കെ. സനോജ്, പ്രസിഡന്റ് വസീഫ് എന്നിവർ അറിയിച്ചു. പലസ്തീനിലെ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. 5 ജുഡീഷ്യൽ ഓഫീസർമാരെ ഹൈക്കോടതി ജഡ്ജിമാരാക്കാൻ ശുപാർശ. എം പി സ്നേഹലത, ജോൺസൺ ജോൺ, ജി ഗിരീഷ്, സി പ്രദീപ് കുമാർ, പി കൃഷ്ണകുമാർ എന്നിവരെയാണ് സുപ്രീംകോടതി കൊളീജിയം ശുപാർശ ചെയ്തത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ സഹകരണ സംഘം രജിസ്ട്രാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ഹാജരായില്ല. നോട്ടീസ് ലഭിച്ചത് ഇന്നലെ വൈകിട്ടായതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ടി വി സുഭാഷ് ഇ.ഡി അറിയിച്ചു. റബ്കോ എം ഡി ഹരിദാസൻ നമ്പ്യാർ ഇ.ഡിക്ക് മുന്നിൽ ഹാജരായി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിലെ കള്ളപ്പണ ഇടപാട് കേസിൽ അന്വേഷണം ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സഹകരണ സംഘം രജിസ്ട്രാർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നില്ലെന്നും ഇ.ഡി കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയത്. നോട്ടീസ് കിട്ടിയത് ഇന്നലെ വൈകിട്ടായതിനാൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ലെന്ന് സുഭാഷ് അന്വേഷണ സംഘത്തെ അറിയിച്ചു. ഹാജരാകാൻ സമയം അനുവദിക്കണമെന്ന ടി വി സുഭാഷിന്റെ ആവശ്യം പരിഗണിച്ച് പുതിയ നോട്ടീസ് ഉടൻ നൽകും. കരുവന്നൂർ ബാങ്കിൽ ഓഡിറ്റ് നടത്തിയവരുടെ വിവരങ്ങൾക്കൊപ്പം ഓഡിറ്റ് രേഖകൾ ഹാജരാക്കണമെന്നും രജിസ്ട്രാർക്ക് ഇ.ഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടും രജിസ്ട്രാർ ഇടപെടാത്തത് ദുരൂഹമാണെന്നും ഇ.ഡി വിലയിരുത്തുന്നുണ്ട്. റബ്കോയുടെ മെത്തകളുടെയും ഫർണിച്ചറുകളുടെയും മൊത്ത വ്യാപാരം തൃശൂർ ജില്ലയിൽ നടത്തിയിരുന്നത് കരുവന്നൂർ ബാങ്കാണ്. റബ്കോയും കരുവന്നൂർ ബാങ്കും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളാണ് ഇ.ഡി പരിശോധിക്കുന്നത്. അതിനിടെ CPM കൗൺസിലർ മധു അമ്പലപുരം, തൃശൂരിലെ ST ജ്വല്ലറി ഉടമ സുനിൽകുമാർ, ഇരിങ്ങാലക്കുട മുൻ ഡിവൈഎസ്പി ഫേമസ് വർഗീസ്, കരുവന്നൂർ ബാങ്കിലെ ജീവനക്കാരായിരുന്ന മനോജ്, അനൂപ്, അഞ്ജലി എന്നിവരുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ന്യൂസ് 18 കൊച്ചി. ജഡ്ജിക്ക് കോഴ നൽകാനെന്ന പേരിൽ അഭിഭാഷകൻ സൈബി ജോസഫ് പണം വാങ്ങിയെന്ന കേസിലെ അന്തിമ റിപ്പോർട്ട് നവംബർ 10-ന് സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതി. കേസുമായി ബന്ധപ്പെട്ട ഫോറൻസിക് റിപ്പോർട്ടുകളുടെ പരിശോധന നവംബർ ആദ്യ ആഴ്ചയിൽ പൂർത്തിയാകും. സാക്ഷികളിൽ നിന്ന് ചില കാര്യങ്ങൾ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. കേസ് നവംബർ 13-ന് കോടതി വീണ്ടും പരിഗണിക്കും. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. ഇതെങ്ങനെ വെക്കാം? സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഇലന്തൂർ നരബലി നടന്നിട്ട് ഇന്നേക്ക് 1 വർഷം. ഇരട്ടക്കൊല നടന്ന വീടും പരിസരവും കാടുമൂടിയ നിലയിലാണ്. കേസിലെ പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവർ ജയിലിലാണ്. കാലടി സ്വദേശിയായ റോസലിനെയും തമിഴ്നാട് സ്വദേശിയായ പത്മത്തെയും കേസിലെ മുഖ്യപ്രതിയായ മുഹമ്മദ് ഷാഫി ഭഗവത് സിംഗിന്റെ ഇലന്തൂരിലെ വീട്ടിൽ 2 ഘട്ടങ്ങളായി എത്തിച്ചാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കായി നരബലി നടത്തിയാൽ മതിയെന്ന് ഭഗവത് സിംഗിനെയും ഭാര്യ ലൈലയെയും മുഹമ്മദ് ഷാഫി പറഞ്ഞു വിശ്വസിച്ചാണ് കൊലപാതകം നടത്തിയത്. പത്മത്തിന്റെ തിരോധാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുന്നത്. ശരീരഭാഗങ്ങളെല്ലാം മുറിച്ചു മാറ്റിയാണ് മൃതദേഹങ്ങൾ വീടിന് സമീപം പ്രതികൾ കുഴിച്ചിട്ടത്. പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണവും ശാസ്ത്രീയ പരിശോധനയുമാണ് പ്രതികൾ വലയിലാകാൻ കാരണം.
ഇവരെ ഒരു സാധാരണ മനുഷ്യരായിട്ട് നല്ല രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇവരിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഞെട്ടലായിരുന്നു. എന്താ വെച്ചാൽ എന്താണിത്, ഇവർ ഇങ്ങനെ ചെയ്യാനുള്ള ടെൻഡൻസി, ഇവരെന്താണ് ചെയ്തത്, ഇവർ തന്നെയാണോ ചെയ്തത് എന്നൊക്കെ ഓരോ സംശയങ്ങളും നമുക്കൊരു ഞെട്ടലും ഉണ്ടായിരുന്നു. ഇതിനിടെ ഏറെ കോളിളക്കമുണ്ടാക്കിയ നരബലി കേസിലെ വീടും പരിസരവും കാണാൻ നിരവധി പേരാണ് കഴിഞ്ഞ ഒരു വർഷമായി ഇലന്തൂരിൽ വന്നുപോയത്. കേസിലെ പ്രതികളെല്ലാം ജയിലിലാണ്. മുഹമ്മദ് ഷാഫിയും ഫൗൽ സിംഗും ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിലും ലൈല കാക്കനാട്ട ജയിലിലും റിമാൻഡിലാണ്. ലൈല 2 തവണ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യം ലഭിച്ചില്ല. എല്ലാത്തിനും സാക്ഷിയായ ഫൗൽ സിംഗിൻ്റെ വീടും പരിസരവും ഇപ്പോൾ കാടുമൂടിയ അവസ്ഥയിലാണ്. ന്യൂസ് 18 പത്തനംതിട്ട. ഇലന്തൂർ നരബലി കേസ് പ്രതികളിലേക്ക് മറ്റൊരു കൊലപാതകത്തിന്റെ അന്വേഷണം കൂടി. 2014 പത്തനംതിട്ട മലപ്പുഴശ്ശേരി സ്വദേശിനി സരോജിനി കൊല്ലപ്പെട്ടതിന്റെ അന്വേഷണമാണ് മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, ലൈല എന്നിവരിലേക്ക് എത്തുന്നത്. കേസിൽ 3 പേരെയും ക്രൈംബ്രാഞ്ച് ജയിലിലെത്തി ചോദ്യം ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ആദ്യ ചരക്ക് കപ്പൽ നാളെ തീരത്തെടുക്കും. കപ്പൽ ഇന്ന് രാവിലെ പുറംകടലിലെത്തി. ഞായറാഴ്ചയാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നത്. വി അരുണിന്റെ റിപ്പോർട്ട്. കേരളത്തിന്റെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത്. വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടു. വലിയ സങ്കീർണതകൾ, തടസ്സങ്ങൾ ഒക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ ആ പദ്ധതി, സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ്. ഷേഡ്ഹുവ 15 എന്ന കപ്പൽ, ചൈനയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഇന്ന് രാവിലെ വിഴിഞ്ഞത്തിന് 28 നോട്ടിക്കൽ മൈൽ അകലെ പുറംകടലിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെ രാവിലെ ഇത് വിഴിഞ്ഞം തീരത്തോടടുക്കും. വിഴിഞ്ഞം ബർത്തിലേക്ക് അടുക്കും. വലിയ ടഗുകളാണ് ഇതിനെ ഇവിടേക്ക് കെട്ടിവലിച്ച് കൊണ്ടുവരാനായി കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ്, 20 മീറ്റർ ആഴമുള്ള തുറമുഖമാണ് വിഴിഞ്ഞം. ആ വിഴിഞ്ഞത്ത് 7600 കോടി രൂപയുടെ പദ്ധതിയാണ് സർക്കാർ നടപ്പാക്കുന്നത്. അതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ്. ഈ കപ്പലെത്തുമ്പോൾ ജലധാരയോടെ അതിനെ സ്വീകരിക്കും. വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അടക്കമുള്ളവരും ഈ ആദ്യമായി വിഴിഞ്ഞം തീരത്ത് ഒരു കപ്പൽ എത്തുന്നത് കാണാൻ നേരിട്ട് എത്തുന്നുണ്ട്. വലിയ ആഘോഷ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരും വിഴിഞ്ഞം തുറമുഖ കമ്പനിയുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഓഗസ്റ്റ് 31-നാണ് ചൈനയിലെ ഷാങ്ഹായ് തുറമുഖത്ത് നിന്ന് കപ്പൽ പുറപ്പെട്ടത്. 40 ദിവസത്തിന് ശേഷമാണ് വിഴിഞ്ഞം തീരത്തോട് ഇത് അടുക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ, പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയുടെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ ഗതിവേഗം നൽകുന്ന പദ്ധതിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ നിർമ്മാണം. ഇത് വലിയ പ്രതീക്ഷയാണ്. തൊഴിലവസരങ്ങളിൽ, പശ്ചാത്തല വികസനത്തിൽ, തലസ്ഥാന ജില്ലയുടെ, സംസ്ഥാനത്തിൻ്റെ വികസനത്തിലൊക്കെ വലിയ പ്രതീക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇപ്പോൾ യാഥാർത്ഥ്യത്തോട് ഒരു പടി കൂടി അടുത്തിരിക്കുന്നത്. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ നോക്കാം. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5345 രൂപ, പവന് 42,760, വെള്ളി ഗ്രാമിന് 75, കിലോയ്ക്ക് 75,000, പ്ലാറ്റിനം ഗ്രാമിന് 3136, ഔൺസിന് 97,540 രൂപയും. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. പൂർണ്ണമാകുന്നു ലേഡീസ് ബാൻഡ്. നമസ്കാരം. ഈ പരിപാടി